Hello. Chapter 11 ചന്ദമാമ counts the star. ചന്ദമാമ ആരെയാണ് ചന്ദമാമ എന്ന് വിളിക്കുന്നത്? മൂൺ അല്ലേ? മലയാളത്തില് അമ്പിളിയമ്മാവൻ അല്ലെങ്കിൽ അമ്പിളിമാമൻ എന്നൊക്കെ പറയും. അപ്പൊ ചന്ദമാമ counts the star. നിങ്ങൾക്ക് സ്റ്റാറിനെ കൗണ്ട് ചെയ്യാൻ പറ്റുമോ? കുറേ സ്റ്റാർസ് ഉണ്ടാവും അല്ലേ സ്കൈയില്. അപ്പോ ചന്ദമാമ എങ്ങനെയാണ് സ്റ്റാർസിനെ കൗണ്ട് ചെയ്യുന്നതെന്നും ടോട്ടൽ എത്ര സ്റ്റാർസ് ഉണ്ടെന്നും ഒക്കെ നമുക്ക് ഈ സ്റ്റോറി വായിച്ച് നോക്കാം. ചന്ദമാമ at times round a circle and at times different. ചില ദിവസങ്ങളിൽ സ്കൈയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റൗണ്ട് ആയിട്ടുള്ള മൂണിനെ കാണാൻ പറ്റും. എന്നാൽ ചില ദിവസമോ വേറെ വേറെ ഷേപ്സ് ആയിരിക്കും അല്ലേ? പല ഷേപ്സിലാണ് ഓരോ ദിവസവും ചന്ദ്രനെ കാണാൻ പറ്റുന്നത്. Once he started counting stars. 1, 2, 3, then 4, 5, 6, 7, finally 10, 21, 45, അങ്ങനെ എണ്ണി 890. അതിനുശേഷം യോൺ. ഇത്രയും എണ്ണിക്കഴിഞ്ഞപ്പോഴേക്ക് ചന്ദമാമയ്ക്ക് ആകെ ഉറക്കം വന്നു, ക്ഷീണിച്ചു, യോൺ ചെയ്യാൻ തുടങ്ങി. എന്നിട്ടോ 999. ചന്ദമാമ fell asleep. ഇത്രയുമൊക്കെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് ചന്ദമാമയ്ക്ക് ഉറക്കം വന്നു. The sun peeped out from behind the clouds. Sun peeped out from behind the clouds. ക്ലൗഡ്സിന്റെ പിന്നിൽ നിന്ന് സൂര്യൻ എത്തി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പുറത്തേക്ക്. അതായത് രാവിലെയായി. It was morning. ചന്ദമാമ woke up in the evening. സാധാരണയായിട്ട് രാത്രി സമയങ്ങളിലാണല്ലേ ചന്ദമാമയെ കാണാറ്. രാവിലെ ആവുമ്പോ ചന്ദമാമ പോവും. അതാണ് പറഞ്ഞത്. രാവിലെ ആയപ്പോഴേക്ക് ചന്ദമാമയ്ക്ക് ഉറക്കം വന്നു. എന്നിട്ട് പകല് മുഴുവൻ ഉറങ്ങി. ചന്ദമാമ woke up in the evening. പിന്നെയോ ഉറക്കം എഴുന്നേറ്റത് എപ്പോഴാ? ഈവനിങ്. He began to count again, but he had forgotten where he had stopped. ഇപ്പോ ഈവനിങ്ങിൽ എണീച്ച് വീണ്ടും കൗണ്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ he had forgotten. ചന്ദമാമ മറന്നുപോയി ഇന്നലെ എവിടുന്നായിരുന്നു സ്റ്റോപ്പ് ചെയ്തത്. നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എവിടെയായിരുന്നു സ്റ്റോപ്പ് ചെയ്തിരുന്നത്? By the time he remembered, കുറേ ഇരുന്ന് ആലോചിച്ചു. എത്രയായിരുന്നു. അങ്ങനെ ഫൈനലി ഓർമ്മ വന്നപ്പോഴേക്കും the night was over. വീണ്ടും നൈറ്റ് മാറി മോർണിംഗ് ആയി. അപ്പോൾ ചന്ദമാമയ്ക്ക് പിന്നെ കൗണ്ട് ചെയ്യാനൊന്നും പറ്റിയില്ലല്ലേ. However, he continued to count the stars night after night. അങ്ങനെ എത്ര മറന്നു പോയാലും നമ്പർ ഓർമ്മ കിട്ടിയില്ലെങ്കിലും ഒക്കെ പിന്നെ ഓർമ്മ വന്ന നമ്പർ ഉപയോഗിച്ച് ഓരോ ദിവസവും നൈറ്റില് ചന്ദമാമ സ്റ്റാർസിനെ കൗണ്ട് ചെയ്തുകൊണ്ടേയിരുന്നു. Often he would forget the count. ഇടയ്ക്ക് തലേന്ന് രാത്രി എവിടെയായിരുന്നു എത്തിയതെന്ന് ചന്ദമാമ മറന്നു പോവായിരുന്നു. One night he was very upset. He began to cry. Oh, what is this? I am never able to complete my counting. ഒരു ദിവസം ചന്ദമാമയ്ക്ക് റിയലി സങ്കടം വന്നു. ചന്ദമാമ കരയാൻ തുടങ്ങി. എനിക്ക് എന്തുകൊണ്ടാണ് ഈ സ്റ്റാർസിനെ എണ്ണി തീർക്കാൻ പറ്റാത്തത്? On seeing his tears, the sun smiled. Don't worry, why do you cry? അങ്ങനെ ചന്ദമാമ കരയുന്നത് കണ്ടപ്പോ സൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിഷമിക്കണ്ട, എന്തിനാ ചന്ദമാമ കരയുന്നത്? I can tell you how many stars there are in the sky. ചന്ദമാമ വിഷമിക്കേണ്ട ആവശ്യമില്ല, സ്റ്റാർസ് എത്രയുണ്ടെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. Really? How many? ചന്ദമാമ was surprised. റിയലി എത്ര സ്റ്റാർസ് ഉണ്ട്? ചന്ദമാമയ്ക്ക് ആകെ സർപ്രൈസ് ആയി സൺ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോ. The sun replied joyfully, the number of lovely children is the same as the number of stars in the sky. എന്താ സൺ പറഞ്ഞത്? ഈ ലോകത്ത് ലവ്ലി ചിൽഡ്രൻ എത്ര ഉണ്ടോ അത്രയും സ്റ്റാർസ് ആണ് ആകാശത്തിലും ഉള്ളത്. Chandamama was happy. Now the moon came out every night. He would look at the stars. He would look at the children. He would smile happily.
അത് കേട്ടപ്പോൾ ചന്ദമാമയ്ക്ക് ഭയങ്കര സന്തോഷമായി. അതിനുശേഷം എല്ലാ നൈറ്റും വന്ന് സ്റ്റാർസിനെ നോക്കും. അതിൻ്റെ കൂടെ താഴെ ഭൂമിയിലേക്ക് കുട്ടികളെയും നോക്കും. അപ്പോൾ ചന്ദമാമയ്ക്ക് ഭയങ്കര സന്തോഷമാവും. And he would smile happily. ഏതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ തന്നിരിക്കുന്ന ന്യൂ വേർഡ്സ്? റൗണ്ട്, കൗണ്ട്, ടിയേഴ്സ്. റൗണ്ട് എന്ന് പറഞ്ഞാൽ സർക്കുലർ ഷേപ്പ്. കൗണ്ട് എന്ന് പറഞ്ഞാൽ കൗണ്ടിങ് സംതിങ്. 1, 2, 3 എന്ന് കൗണ്ട് ചെയ്തിട്ട് ടു ഫൈൻഡ് ദ ടോട്ടൽ. ടിയേഴ്സ്, ഡ്രോപ്സ് ഫ്രം ഐസ് വെൻ ക്രൈങ്. അതിനാണ് ടിയേഴ്സ് എന്ന് പറയുന്നത്. കരയുന്ന സമയത്ത് കണ്ണിൽ നിന്ന് വരുന്ന വാട്ടർ ഡ്രോപ്സിനാണ് ടിയേഴ്സ് എന്ന് പറയുന്നത്. Answer the following. Does the moon look the same every night? No, the moon does not look the same every night. എല്ലാ ദിവസവും ആകാശത്തേക്ക് മൂണിനെ ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും ഓരോ ദിവസവും അതിന്റെ ഷേപ്പ് ചേഞ്ച് ആവാറുണ്ട്. What did ചന്ദമാമ try to count? എന്തായിരുന്നു ഈ ചാപ്റ്ററിൽ ചന്ദമാമ കൗണ്ട് ചെയ്തുകൊണ്ടിരുന്നത്? Chandamama tried to count the stars in the sky. Why did Chandamama fall asleep? Chandamama fell asleep because he got tired while counting the stars. Starsine count ചെയ്ത് tired ആയിട്ടാണ് ചന്ദമാമ ഉറങ്ങിപ്പോയത്. Who helped Chandamama? The sun helped Chandamama. Complete the sentence. The number of stars in the sky is same as the number of lovely children. Think and say, I call the moon Chandamama. What do you call in your language? ഓരോ ലാംഗ്വേജിലും മൂണിന് ഡിഫറെന്റ് പേരുകൾ ഉണ്ടാവും. എന്തൊക്കെയാണത്? In Hindi it is Chandamama. In Malayalam it's Ambli Ammavan or Ambili Maman. In Bengali it's Chand. Kannada Chandamama. In Tamil Ambuli Mama. ഇങ്ങനെ ഓരോ ലാംഗ്വേജിലും കുട്ടികൾ ഓരോ രീതിയിലാണ് മൂണിനെ വിളിക്കുന്നത്. Chandamama was not able to count the stars. What things can you not count? അതുപോലെ നിങ്ങൾക്കും കൗണ്ട് ചെയ്യാം ഈസി ആയിട്ട് പറ്റാത്ത എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? I cannot count grains of sand on the beach. ബീച്ചിലുള്ള സാൻഡിന്റെ ഫുൾ ഗ്രെയിൻസും നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? No. The drops of water in the ocean or the leaves on a big tree. ഇതെല്ലാം കൗണ്ട് ചെയ്യാൻ വളരെ ടഫ് ആയിട്ടുള്ള കാര്യമാണ്. The moon is visible during the night. What can you see in the night sky? പിന്നെ എന്തൊക്കെ കാണാൻ പറ്റും? In the night sky, I can see the moon, stars, clouds and sometimes shooting stars. Here and there. Look at the following sentences. We are here on the earth. The moon is there in the sky. ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ. നമ്മൾ എവിടെയാണോ നമ്മുടെ തൊട്ടടുത്തുള്ള കാര്യത്തിനാണ് നമ്മൾ ഹിയർ എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. ഇനി ദൂരെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി there എന്ന വേർഡാണ് ഉപയോഗിക്കുന്നത്. I have a sharpener here in my pencil box. പെൻസിൽ ബോക്സ് നിങ്ങളുടെ അടുത്താണുള്ളത്. അതിൽ വെച്ചിരിക്കുന്ന ഷാർപ്നറിനെയാണ് പറയുന്നത്. So you have to use here. The crayons are there in the big box. ഈ കുട്ടിയുടെ അടുത്തല്ല ആ ബിഗ് ബോക്സ് ഉള്ളത്, ദൂരെയാണ്. So there. We use here to tell the location of things that are near us. Similarly, there is used to tell the location of things that are far from us. അടുത്തുള്ളതിനു വേണ്ടി here, ദൂരെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി there എന്നീ രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നു. Fill in the blanks with here and there. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസിലും നമുക്ക് here and there യൂസ് ചെയ്ത് നോക്കിയാലോ? One has been done for you. The students are playing kabaddi there. രണ്ട് കുട്ടികൾ പുറത്ത് നിന്ന് നോക്കുക. ദൂരെ കുട്ടികൾ കബഡി കളിക്കുകയാണ്. So there. Dash is your shirt. അമ്മ പറയാണ് അമ്മയുടെ കയ്യിലാണ് ഷർട്ട് ഉള്ളത്. So here is your shirt. Next, രണ്ട് കുട്ടികളുണ്ട്. ദൂരെ ഒരു സൈക്കിൾ ഉണ്ട്.
There is my cycle. I went to Chandigarh last year. My brother lives there. This is my bench. I sit here with my friends. അപ്പം ദേറും ഹിയറും നിങ്ങൾ സ്വന്തമായിട്ട് ഫില്ല് ചെയ്ത് നോക്കണം. എന്നിട്ട് കറക്റ്റ് ആണോ എന്ന് ഇവിടെ ചെക്ക് ചെയ്യണം. In the story, we read that the stars were too many to be counted. Now your teacher will read out a list of items for you. Put the items in the correct column in the given table. അപ്പോൾ ഇതിൽ ഓരോ ഐറ്റത്തിൻ്റെ പേര് വായിക്കുമ്പോഴും ഇതിൽ ഏത് കോളത്തിലാണ് ഇടാൻ പറ്റുക എന്ന് നിങ്ങൾ പറയണം. First one, children in the classroom can be counted easily or too many to be counted? Yes, it can be counted easily. കാരണം ഒരു ക്ലാസ്സിൽ കുറച്ച് കുട്ടികളല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം അത് ഈ ഒരു കോളത്തിൽ എഴുതാം. ഇനി ഫ്ലവേഴ്സ് ഇൻ ദ ഗാർഡൻ, ഒരു കുഞ്ഞു ഗാർഡൻ ഒക്കെ ആണെങ്കിൽ അതിലുള്ള ഫ്ലവേഴ്സ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ജനറലി ഗാർഡൻ വലുതായിരിക്കും, അതിൽ കുറേ പൂക്കൾ ഉണ്ടാവും. അപ്പം നമുക്ക് too many to be counted. Books in the library, ലൈബ്രറിയിൽ കുറേ ബുക്സ് ഉണ്ടാവും അല്ലേ? So too many to be counted. Pencils in your pencil box, അതൊരു ചെറിയ നമ്പറാണ്, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. Fingers on your right hand, ഈസിയാണ്, ചെറിയ നമ്പറാണ്, പെട്ടെന്ന് കൗണ്ട് ചെയ്യാൻ പറ്റും. Children in your city or town, അതൊരു വലിയ ഏരിയ ആണല്ലേ, അത്രയും നമ്പർ ഓഫ് കുട്ടികളെ കൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. Pages in your English notebook, ചെറിയ നോട്ട്ബുക്ക് ആയിരിക്കും, നിങ്ങൾ കൗണ്ട് ചെയ്ത് പേജ് നമ്പർ ഒക്കെ ഇടാറുണ്ടല്ലേ, അപ്പോൾ can be counted easily. The hair on your head, നിങ്ങളുടെ ഹെഡിലുള്ള ഹെയർ എപ്പോഴെങ്കിലും നിങ്ങൾ സ്വന്തമായി കൗണ്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം, അപ്പം മനസ്സിലാവും എവിടെയാണ് ഇടാൻ പറ്റുക. That is too many to be counted. It was a full moon night. Children had come out to see the moon. Complete the conversation they had by picking the words from the help box. Govin, wow, look. Safura, the moon looks so big and bright. Suganya, isn't it? Dhruv, my grandfather. ഇവിടെ നമുക്ക് എന്ത് ഫില്ല് ചെയ്യാം? My grandfather says the full moon looks very beautiful. Ramani, let's take a picture. Safura, the mother has a camera for the picture. Dhruv, come, stand here and let's take a picture. Govin, the moon is so bright and big. ഈ സെൻറ്റൻസസ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇവിടെ തന്നിരിക്കുന്ന ഹെൽപ്പ് ബോക്സിൽ നിന്നാണ് നമ്മൾ ഓരോന്നും എടുത്തിരിക്കുന്നത്. അത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഫില്ല് ചെയ്യുക. നിങ്ങൾ സ്വന്തമായി ചെയ്ത് നോക്കാം, എന്നിട്ട് ഇത് ശരിയാണോ നിങ്ങൾ ചെയ്തതെന്ന് ഇവിടെ ചെക്ക് ചെയ്യാം. Project work. Wind chimes. Let's make wind chimes with the shape of moon and stars. Follow the instruction step wise. Wind chimes ഉണ്ടാക്കാനുള്ള സ്റ്റെപ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾക്കിത് വായിച്ചു നോക്കിയിട്ട് ഇതേപോലെ പേപ്പറുകളൊക്കെ കട്ട് ചെയ്ത് ഒട്ടിച്ച് ഇതേപോലെ ഒരു വിൻഡ് ചൈംസ് സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കാം. എല്ലാവരും ഉണ്ടാക്കില്ലേ? ഓക്കെ, അപ്പം നമ്മുടെ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.